ഫസ്റ്റ് റാങ്കെല്ലാം പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മുമ്മു റിക്കവറായി എന്ന് വിചാരിച്ചതാണ്. ബട്ട് മുമ്മു നമ്മൾ പറ്റിച്ചു. അതിൻ്റെ ഇട്ടുകൊടുത്ത ട്യൂബ് കടിച്ച് വലിച്ചൂരി ചെയ്യില്ല. അപ്പോൾ ഇനി കണ്ണൂർ വരെ പോകാനുള്ള സമയം നമുക്കില്ല. നമ്മൾ എൻ്റെ അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാമെന്ന് നമ്മൾ വിചാരിച്ചു. ഈ ഒരു ട്യൂബ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതായിരുന്നു. ബട്ട് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് കോളറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ എന്തായാലും ആ കോളർ അയക്കാണ്ടിരിക്കാൻ പറ്റൂല. അവസാനം ഞാൻ മരുന്നെടുക്കാൻ പോയിട്ട് തിരിച്ച് വരുമ്പം ഞാനിത് ട്യൂബ് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് കണ്ടു. പിന്നെ ഇത് നടന്നു പോകുമ്പോൾ ട്യൂബ് അങ്ങനെ ഇളകി വന്നു. അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഒന്ന് വേഗം ഡോക്ടറെ അടുത്ത് പോകണം. ബട്ട് ഇപ്പം യൂറിൻ നല്ല സ്മൂത്തായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു ബ്ലഡ് മിക്സ് ആയിട്ടുള്ള യൂറിനാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ മുമ്മുനെ കൂട്ടിലാക്കി. കല്ലുവാണെങ്കിൽ ഇതാ കല്ല് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മുമ്മുനെ. ആർക്ക് വേണ്ടിയിട്ടാ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടിട്ട് നിന്നുകടെല്ലാം കൊണ്ടുവന്നിട്ട് നീ ആ ട്യൂബ് കടിക്കാൻ പാടണ്ട മുമ്മു. എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒന്നിച്ച് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം ഒരു കയ്യിൽ ബാഗ്, ഒരു കയ്യിൽ ഇതാ കൂട്. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. മാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും വരെ എൻ്റെ കൈ ഇങ്ങനെ വേവിച്ചുകൊണ്ട് നടക്കണം. സത്യം ദേഷ്യവും സങ്കടവും എല്ലാം ഒന്നിച്ച് വരുന്നുണ്ട്. കഷ്ടപ്പെട്ട് ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് നേരാക്കാൻ കൂടിയിട്ട് അവസരം ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മുമ്പ്. മാള് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പെട്ടി നോക്കിയിട്ട് ബസ് സ്റ്റോപ്പിൽ നടക്കാനും കഴിയില്ല. ഇവിടെ ബസ് സ്റ്റോപ്പിൽ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ചെറുതൊരു മൊബൈലാണ്. ഞങ്ങൾ പിന്നെ എത്തി. അപ്പോൾ ഈ സമയം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെ ചെയ്താലും ബൈഹാർട്ട് പിടിക്കണം. കാറ്റഗറൈസേഷൻ, മോട്ടോസ്റ്റോമി, സ്റ്റഫാണ് പഠിക്കണം. എൻ്റെ അവസ്ഥ ഇതെല്ലാം ഞാൻ എപ്പോൾ പഠിക്കേണ്ടത്? ഇതെല്ലാം ഞാൻ PGക്ക് ഫസ്റ്റ് റാങ്കെല്ലാം പഠിച്ചില്ലെങ്കിൽ എൻ്റെ അവസ്ഥ. ഞാൻ ബൈഹാർട്ട് പഠിക്കുന്നതിൻ്റെ കാരണം നമ്മൾ അന്ന് കൺസൾട്ട് ചെയ്ത ഡോക്ടർ ഇന്ന് ലീവാണ്. അപ്പോൾ ഇത് ഡോക്ടർക്ക് നല്ല പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഞാൻ മൂന്നിനെ അവിടെയുള്ള ടേബിളിൽ കൊണ്ട് കിടത്തി. ഞങ്ങൾ അന്ന് വന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഗ്രൂമിങ്ങിനൊക്കെ കുറേ പേര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നൊരു നോർമൽ ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് അന്ന് കാണിച്ച ഡോക്ടർ ഇന്ന് ലീവ് ആയതുകൊണ്ട് വേറെ ഡോക്ടറാണ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു മൂമു ഇപ്പോൾ ഓക്കെയാണ്, ട്യൂബ് ഇല്ലാണ്ട് മൂമു യൂറിൻ പാസ് ചെയ്യും. ബട്ട് ആ ബ്ലഡ് കളർ പോകണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം നമുക്ക് ആൻറ്റിബയോട്ടിക് വെക്കണം. അപ്പോൾ കണ്ണൂരിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ദിവസം അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക്കും കുറച്ച് ഇഞ്ചക്ഷൻസൊക്കെ വെക്കാനുണ്ടെന്ന്. ബട്ട് അന്ന് എനിക്കത് ഇത് പോസിബിൾ അല്ല. കാരണം ഇവിടെ നിന്നും കാണിച്ചിട്ട് പിന്നെ അവിടേക്ക് പോകുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആ ആൻറ്റിബയോട്ടിക്കൊക്കെ അവിടെ നിന്ന് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ മുമ്മുനൊരു 10-30 ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് ആയിട്ടുമ്പോൾ മുമ്പ് കുറച്ച് വെപ്രാളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. ബട്ട് ആൾ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം. എൻ്റെ വീടിൻ്റെ ആധാരം പണയപ്പെടേണ്ടി വരും അറിയില്ല. പൈസ വീടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ക്രിയാറ്റിൻ ലെവൽ നോക്കുകയാണ് ഗായ്സ്. നോ വികാരം. ഞാൻ കുറച്ച് സാധനം കാണിച്ചുതരാം. മുമ്മൂനൊരു വീക്ക്നെസ് ആണ്. കൈ ഇങ്ങനെ വെച്ച് കൊടുക്കും.
വെച്ചോ മതി ഓഫായിക്കോ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴായിരുന്നു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ക്യാറ്റ് ലിറ്റർ വാങ്ങിച്ചിട്ടില്ലാന്ന്. അത് വാങ്ങിക്കാൻ വേണ്ടി തിരിച്ചു പോയപ്പോഴാണ് അവിടെ പറഞ്ഞത് വലിയ പാക്കറ്റേ ഇല്ലോന്നു. എനിക്കാണെങ്കിൽ ഓൾറെഡി മുമ്മുവിൻ്റെ കൂടൊക്കെ കയ്യിലുണ്ടായിരുന്നു. വലിയ പാക്കറ്റും പിടിച്ചിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരിക്കലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ മുമ്മുവിനെ കൊണ്ട് അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട്. എന്നാലേ മുമ്മു കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആവുള്ളൂ. അപ്പം ബായ്.